ആ സംഘടനയെ അമ്മ എന്ന് വിളിക്കരുത്, AMMA എന്നാണ് വിളിക്കേണ്ടതെന്ന അന്നത്തെ ക്യാമ്പയിൻ ചുമ്മാതം കൊണ്ടായതല്ല. DNA-യിൽ തന്നെ അനധികാരം, സ്ത്രീകളോട് അനീതി, അതിക്രമങ്ങൾ, നടിയെ ആക്രമിച്ച കേസിൽ വെള്ളത്തിൽ ഒതളങ്ങിയ മറിയും മട്ടിൽ നിലപാടില്ലായ്മകൾ, ഗണേഷ് മുകേഷാദികളുടെ ആക്രോശങ്ങൾ, പുറത്തെന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും ഞങ്ങൾ താരാധികാരികൾ, മാറാൻ മനസ്സില്ലാത്തവർ എന്ന അഹങ്കാരത്തിൽ വാണവരാണ്. ആ മേഖലയിൽ നടക്കുന്ന നാണംകെട്ട നെറികെട്ട സ്ത്രീവേട്ട എണ്ണിപ്പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ സിനിമാ കൊട്ടകയിൽ തീയിട്ട നാളുകളിൽ മറ്റു വഴിയില്ലാതെ ആഞ്ഞൊടുങ്ങി വീണതാണ് ആ മെയിൽ ഷോവനിസ്റ്റ് കോട്ട. അധികാരത്തിന്റെ കൈമാറ്റം, ചരിത്രത്തിലാദ്യമായ ഒരു പെൺശബ്ദം, ശ്വേതയുടെ വരവ്, ഇപ്പോഴാണ് അത് അമ്മയായത്. എന്തോ വലിയ മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ വരാൻ പോകുന്നു എന്ന് ഇതേ വേദിയിൽ ആവേശത്തോടെ പറഞ്ഞതുമാണ്. വെറും വാക്കായി, നത്തിങ് ഡൂയിങ്. ഒരു ചുക്കും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, അലമ്പും അൽഗുൽത്തും അളിഞ്ഞു കിടപ്പാണ്. വീണ്ടും അമ്മയെ വിളിക്കണം, AMMA. ഏതോ പരിപാടിക്ക് അധികാര ദല്ലാൾ വക 75 ലക്ഷത്തിന്റെ ഇടപാടിനോട് എതിർപ്പ് പറഞ്ഞതാണ് അൻസിബ എന്നൊരു യുവനടി, അതേ ഓർമ്മയുള്ളൂ. കണ്ണീരോട് ആ പെൺകുട്ടി പറയുന്നു. അടിച്ചു കിട്ടിയത് ജിഹാദി ചാപ്പ, ആരെയോ മതം മാറ്റാൻ നോക്കിയെന്ന് എളുപ്പത്തിൽ വിറ്റുപോകുന്ന ആരോപണം. പിന്നെ കലങ്കിലെ വായി നോക്കിയാൽ പോലും ഇപ്പോൾ എടുക്കാത്ത ഐറ്റങ്ങൾ. പ്രണയമുണ്ടോ, നേരത്തെ പ്രണയമുണ്ടോ, ഉള്ളത് വിഹിതമാണോ അവിഹിതമാണോ, CID പണി, കുശുകുശിപ്പ, പരദൂഷണം, എന്തോന്നടേ. കാലം മാറിയത് അറിയാത്തവർ, ജെൻഡർ സെൻസിറ്റീവ് എന്ന വാക്ക് പോലും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുത്തെ കലാകാരന്മാരാണ്? ആദരണീയ മാഡം എന്ന അഭിസംബോധനയിൽ നടിയും അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ നീന കുറുപ്പ് മറ്റൊരു എക്സി അംഗം ടിനി ടോമിനെതിരെ കൊടുത്തൊരു പരാതി വായിച്ചു. കുടുംബസംഗമത്തിന്റെ റിഹേഴ്സലിന് ആ മഹാനുഭാവൻ നീന കുറുപ്പിനെ വിളിച്ച മൊഴിമുത്തുകളാണ്. എങ്ങാനും കുട്ടികൾ കേൾക്കുന്നുണ്ടാകും, അതുകൊണ്ട് ആവർത്തിക്കാൻ കഴിയാത്ത സ്വരാക്ഷര വ്യഞ്ജനാക്ഷരങ്ങൾ ചേർത്തുള്ള തെറികളാണ്. പുതിയ കാലത്തെ കുട്ടികളെങ്ങാനും വായിച്ചാൽ ചെരിപ്പൂരി മുഖത്തടിക്കും. മട്ടിൽ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധം പോരാഞ്ഞ് കൈമുട്ട് തീർത്ത് ആക്രമിക്കാൻ പാഞ്ഞെടുത്തുവെന്നാണ്. ആരെയൊക്കെയോ ചേർന്ന് പിടിച്ചു മാറ്റിയതിനാൽ മഹാനുഭാവന്റെ മർദ്ദനമേൽക്കാതെ രക്ഷപ്പെട്ടുവെന്നാണ് ആ പരാതി. നടപടിയില്ലെന്ന് മാത്രമല്ല, സ്വാഭാവിക പിന്തുണ, രണ്ടു ചേരി, പരസ്പരം പണിയൽ, കീമാ പണികൾ, ഫോൺ റെക്കോർഡിങ്ങുകൾ. മലയാള സിനിമയ്ക്കെന്നല്ല, മലയാളത്തിനേ നാണംകെട്ട സംഘടനയാണ്. കുടുംബത്തിലെ കാരണവന്മാർക്ക് നിയന്ത്രിക്കാൻ കെൽപ്പില്ലെങ്കിൽ ഈ നാണംകെട്ട കോക്ക സകാലത്തിൽ താഴിട്ട് പൂട്ടിയേക്കണം, പിരിച്ചുവിട്ടേക്കണം. നല്ല കഴിവുള്ള പുതിയ പിള്ളേരുണ്ട്, അവർ നോക്കിക്കോളൂന്നേ മലയാള സിനിമയുടെ ഭാവി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.